ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി കഴിഞ്ഞ വർഷങ്ങളായി വന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാഴവെട്ട് എന്ന പാഠഭാഗത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്കറിഞ്ഞുകൂടെ? ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളണം. രോഗം വന്ന എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? വ്യത്യസ്തമായ ഈ കാഴ്ചപ്പാടുകൾ തെളിയുന്നത് എന്തെല്ലാം? 1940 കാലഘട്ടത്തിലെ മധ്യ തിരുവിതാംകൂറിലെ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയാണ് ആ വാഴവെട്ട്. വാഴയ്ക്ക് രോഗം വ്യാപകമായതിനാൽ കൃഷിക്കാരനായ മാർക്കോസ് ചേട്ടൻ്റെ കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ വെട്ടാൻ അധികാരികൾ ആജ്ഞാപിക്കുന്നു. വാഴകൾക്ക് രോഗമുണ്ടെന്ന് പറയേണ്ടത് കൃഷിക്കാരനാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല. ഈ നിലപാടാണ് മാർക്കോസ് ചേട്ടന് ഉള്ളത്. നല്ല കർഷകന് കാർഷിക വിളകൾക്ക് രോഗം വന്നാൽ അത് തിരിച്ചറിയാനാകും. മനുഷ്യത്വമില്ലാത്ത നിയമനിർവഹണത്തിൻ്റെ പ്രതിനിധികളാണ് ഉദ്യോഗസ്ഥർ. എല്ലാത്തിൽ നിന്നും ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ലാഭകരമല്ലാത്തതിനെ നിലനിർത്തുന്നത് നഷ്ടമായി ഇക്കൂട്ടർ കരുതുന്നു. അധികാരികളുടെ ന്യായങ്ങൾ പലപ്പോഴും കൃഷിയെയും കർഷകനെയും വളർത്താനല്ല തളർത്താനാണ് ഇടവരുത്തുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ മോളെ, ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ത്? കൃഷിയെ പ്രാണന് തുല്യം സ്നേഹിച്ചിട്ടും പട്ടിണി മാറാത്ത അവസ്ഥയാണ് മാർക്കോസിനുള്ളത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കാറില്ല. ഇത് നാടിൻ്റെ പൊതു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. കല്ലും നെല്ലും പ്രാണികളും നിറഞ്ഞ റേഷനരിയാണ് പാവങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് വാങ്ങി കഴിക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ വിശപ്പടക്കാൻ മറ്റു വഴികളൊന്നും ഇല്ല. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു. ഇപ്പോൾ വളമിട്ടില്ലേൽ ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാൽ മതിയോ? മാർക്കോസ് ചേട്ടൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രകൃതിക്കും മണ്ണിനുമുള്ള ഏതൊരു മാറ്റവും സ്പർശിച്ചറിയാൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് കഴിയും. മണ്ണിനെ അറിയാതെ കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിൻ്റെ ജൈവ പാരമ്പര്യം തകരുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണ് വിഷമയമായി മാറുന്നു. രോഗം വന്ന വാഴകളെല്ലാം വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധവും ഈ വാക്കുകളിൽ കാണാം. അടുത്ത ചോദ്യം നോക്കാം. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കുപ്പായം എന്ന പാഠഭാഗത്തിലെ ഒരു കഥാസന്ദർഭമാണ്. വിരുന്നുകാരെത്തിയ ആൺകുട്ടികൾ വാസുവിനെ അസൂയയോടെ നോക്കാൻ കാരണമെന്ത്? വിശദമായ ഒരു കുറിപ്പ് തയ്യാറാക്കുക. കരുപ്പറമ്പിലെ കല്യാണ വീട്ടിൽ വാസു പുത്തൻ ഷർട്ടും ധരിച്ചു ചെന്നപ്പോൾ രാമൻകുട്ടി നായർ അവിടെ എത്തിയ ആൺകുട്ടികളെ ഒന്നാകെ നോക്കി. അവരിൽ നിന്നും വരൻ്റെ സംഘത്തെ പനിനീര് തെളിച്ച് സ്വീകരിക്കാൻ തിരഞ്ഞെടുത്തത് വാസുവിനെയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് രാമൻകുട്ടി നായർ അവനെ ഏൽപ്പിച്ചിരുന്നത്. ആ ജോലി വാസു കൃത്യമായി നിർവഹിച്ചു. അതിൽ മറ്റു കുട്ടികൾക്ക് അസൂയ തോന്നി എന്നാണ് വാസു പറഞ്ഞത്. ഇനി ഒരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഇക്കണ്ടതിൻ്റെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടി കേൾപ്പിക്കൂ. അതാകട്ടെ നിന്റെ നിയോഗം. തവളയുടെ ഉപദേശത്തിൻ്റെ കാലിക പ്രസക്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. 2 മത്സ്യങ്ങളോടൊപ്പം ശൂലാപ്പു കാവിന് മുന്നിലെത്തിയ തവള ആ പ്രദേശത്തിനുണ്ടായ മാറ്റം കണ്ട് അമ്പരന്നു. കാടായിരുന്ന കാവിൻ്റെ സ്ഥാനത്ത് 4-5 മരങ്ങൾ മാത്രം. ജലാശയം നികത്തി സൗധങ്ങൾ പണിഞ്ഞിരിക്കുന്നു. അവിടെ പകുതി കത്തിയെരിഞ്ഞ ബോധിവൃക്ഷത്തിൽ നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന കിളിമകൾ സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെ തവള ഇങ്ങനെ ഉപദേശിച്ചു. നീ നല്ല പാട്ടുകാരിയാണ്. സ്വന്തം ദുഃഖത്തിന്മേൽ അടയിരിക്കാതെ ഈ കാണുന്നതിൻ്റെ എല്ലാം പൊരുൾ ലോകത്തെ മുഴുവൻ പാടിക്കേൾപ്പിക്കണം. അതായിരിക്കണം നിൻ്റെ നിയോഗം.
തവളയുടെ ഈ ഉപദേശത്തിന് വളരെയേറെ കാലിക പ്രസക്തിയുണ്ട്. നമ്മുടെ കാവുകളും കുളങ്ങളും നദികളും വനങ്ങളും ഉൾപ്പെടെയുള്ള പ്രകൃതിയെ തന്നെ കൊന്നു തിന്നുകയാണ്. ഈ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണം. അതിനാൽ കഥയിലെ തവളയുടെ ഈ വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം ഒരു താരതമ്യക്കുറിപ്പാണ്. ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന പാഠഭാഗത്തിലെ ഒരു കഥാസന്ദർഭവും അതേപോലെ തന്നെ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ കുറച്ച് വരികളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരികൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും താങ്കൾ ഒരുമി ഈ അദ്വൈതത്തിൽ. പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി. വരികൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന കൃതിയിലെ കഥാപാത്രമാണ് മജീദ്. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് ആകുമെന്ന് അധ്യാപകൻ്റെ ചോദ്യത്തിന് മറുപടിയായി അയാൾ പറയുന്നു. ഒന്നിനോട് ഒന്ന് ചേരുമ്പോൾ രണ്ടാകുമെന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ സത്യം സത്യത്തിനോട് ചേരുമ്പോൾ മഹാസത്യമായ ഒന്നായി തീരുന്നു. പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും ഒന്നായി തീരുമ്പോഴാണ് ജീവിതം മംഗളപൂർണ്ണമാകുന്നതെന്ന പ്രാചീന ആചാര്യ സങ്കല്പത്തെയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ വരച്ചു കാട്ടുന്നത്. സത്യം സത്യത്തിനോട് ചേരുമ്പോൾ മഹാസത്യമായി ഒന്നായി തീരുന്നു. പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും ഒന്നായി തീരുമ്പോഴാണ് ജീവിതം മംഗളപൂർണ്ണമാകുന്നതെന്ന് പ്രാചീന ആചാര്യ സങ്കല്പത്തെയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ വരച്ചു കാട്ടുന്നത്. നന്മയും ചേർന്നാൽ വലിയ നന്മയായി തീരുമെന്ന് അദ്ദേഹം കണ്ടെത്തി. സ്നേഹത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഉള്ളൂരിൻ്റെ ശ്രേഷ്ഠമായ കവിതയാണ് പ്രേമസംഗീതം. ഭക്തി, അനുരാഗം, ദയ തുടങ്ങിയ വികാരങ്ങളോടെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതാണ് സ്നേഹം. മറ്റുള്ളവരുടെ സുഖമാണ് എൻ്റെയും സുഖമെന്നും അവരുടെ ദുഃഖം തൻ്റെയും ദുഃഖം കൂടിയാണെന്ന ചിന്തയിലൂടെ നാം ഓരോരുത്തരും ദൈവകത്വമുള്ളവരായിരിക്കുമെന്നും ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന ബോധം ഉണ്ടാവുകയും വേണം. ഈശ്വര ദൃഷ്ടിയിൽ സമാനമായ നമുക്ക് പരസ്പര വിദ്വേഷമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. അടുത്ത ചോദ്യം പരിചയപ്പെടാം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ സൂചിപ്പിക്കുന്ന ആശയങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് വിശദമാക്കുക. താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളലുകളിൽ അവതരിപ്പിച്ചത്. കാലം ഇത്ര മുന്നോട്ട് പോയിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി നഷ്ടമായിട്ടില്ല. പണത്തിനു വേണ്ടി എന്ത് ദുഷ്ടത ചെയ്യാനും മനുഷ്യന് മടിയില്ല. കിട്ടിയതിലൊന്നും മനുഷ്യന് തൃപ്തിയില്ല. വീണ്ടും കിട്ടണമെന്ന മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും അവസാനമില്ല. അഴിമതി, കൈക്കൂലി, വഞ്ചന, ചതി, കൊലപാതകം എന്നിവയെല്ലാം പണത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. കരുണയും സ്നേഹവും നന്മയുമെല്ലാം പലപ്പോഴും അപ്രസക്തമാകുന്നു. പണമുണ്ടാക്കാൻ ഏത് നീചമാർഗവും ഇന്ന് ആളുകൾ സ്വീകരിക്കുന്നു. ഏത് മേഖലയിൽ വ്യാപരിക്കുന്നവരും ചിന്തിക്കുന്നത് പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളെ പറ്റിയാണ്. ആതുര സേവനം പോലും ഇന്ന് കച്ചവടമായി മാറിയിരിക്കുന്നു. മന്ത്രവാദവും ജ്യോതിഷവുമെല്ലാം പണം തട്ടുന്നതിനുള്ള വഴികളാകുന്നു. കലകളൊക്കെയും വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ നമ്പ്യാർ കവിത ഏതു കാലത്തും പ്രസക്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം പരിചയപ്പെടാം. കാട്ടിൽ പോകല്ലേ, മരത്തിൽ കയറല്ലേ, കൂട്ടുകൂടല്ലേ. തേൻകനി എന്ന നാടകത്തിലെ അമ്മയുടെ വാക്കുകളാണിവ. സുരക്ഷയെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ ഇത്തരം ആശങ്കകൾ കുട്ടികളെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. കുട്ടികളുടെ സുരക്ഷയെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ ആശങ്കകൾ ഒരു പരിധിവരെ കുട്ടികൾക്ക് പ്രകൃതിയോടടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളുടെ ഇത്തരം വിലക്കുകൾ കുട്ടികളുടെ മനസ്സിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത്തരം ആശങ്കകൾക്കും ഭയങ്ങൾക്കും അടിസ്ഥാനമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും.
ഇത്തരം ആശങ്കകളും ഭയങ്ങളെയും അതിജീവിക്കാൻ കൂട്ടുകാരുമായുള്ള സംഘം ചേരലുകളും പ്രവർത്തനങ്ങളും സഹായിക്കുമെന്ന് ഈ നാടകം വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. ഭദ്രൻ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. തേൻകനി എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഭദ്രൻ എന്ന കുട്ടി. കാട്ടിനുള്ളിൽ ഉമ്മാക്കിയുണ്ടെന്നും കാട്ടിൽ ചെല്ലുന്നവരെ അത് കടിച്ചു കീറി രക്തം കുടിക്കുമെന്നും കൂട്ടുകാരോട് പറയുന്നത് അവനാണ്. ഭീരുവും മടിയവനുമാണവൻ. കാട്ടിൽ പോകല്ലേ, മരത്തിൽ കയറല്ലേ, കൂട്ടുകൂടല്ലേ എന്നൊക്കെ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ കൂട്ടുകാർ സംഘം ചേർന്ന് ഉമ്മാക്കിയെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ അവനും അവരോടൊപ്പം കൂടുന്നു. കുട്ടികൾ മാമ്പഴം പറിക്കാനായി മാവിൽ കയറുമ്പോൾ ഭദ്രൻ പേടിയും മടിയും ആയി മാറിയിരുന്നതേയുള്ളൂ. മറ്റു കുട്ടികൾ പറിച്ചെടുക്കുന്ന മാമ്പഴത്തിൻ്റെ പങ്ക് പറ്റാനിരിക്കുകയാണ് അവൻ. കുട്ടികളെല്ലാം മാവിൽ നിന്ന് താഴെ വീണ് ബോധം കെടുമ്പോൾ വീട്ടിൽ തിരിച്ചു പോകാൻ വനഗായകൻ അവനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ കൂട്ടുകാരനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ അവന് തയ്യാറാവുന്നില്ല. ഭീരുവും മടിയനുമാണെങ്കിലും കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് ഉൾവനത്തിലെത്തി വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് മരുന്നുമായി എത്തുന്നു. ശരീരത്തിലെ മുള്ളുകൾ കൊണ്ട് ചോര പൊടിഞ്ഞതുപോലും അവൻ അറിഞ്ഞില്ല.